ഹായ് ഓൾ 10ാം ക്ലാസ് പഠിക്കുന്ന ഏതൊരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയൊരു ഡ്രീം ആയിരിക്കും ഫുൾ A+ നേടുക എന്നുള്ളത് അല്ലേ. തീർച്ചയായിട്ടും ഒരു നീണ്ട ഒരു വർഷത്തെ ഒരു ഹാർഡ് വർക്ക് ഉണ്ട് അവർക്ക്. അതുപോലെ തന്നെ ഒരുപാട് എക്സാംസ് എഴുതുന്നു, കറന്റ് മോഡൽ എക്സാംസ് എഴുതുന്നു, നെക്സ്റ്റ് മന്തിൽ അവർ ഫൈനൽ എക്സാംസ് എഴുതും. ആ ഒരു ജേണി ഒരു ഫ്രൂട്ട്ഫുൾ ആയിരിക്കുക, നല്ലൊരു മാർക്കോട് കൂടിയിട്ട് പാസ്സാവുക എന്നുള്ളത് ഏതൊരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡ്രീം ആയിരിക്കും. സോ ഈ ഫുൾ A+ എന്നുള്ളത് എത്ര പേർക്കാണ് കിട്ടുക അല്ലേ? നമുക്ക് ഒരു 4.3 lakh സ്റ്റുഡൻസ് നമുക്ക് ഓരോ വർഷം എക്സാംസ് എഴുതുന്നുണ്ട്. സോ ഓരോ വർഷം എത്ര സ്റ്റുഡൻസിനാണ് നമുക്ക് ഫുൾ A+ കിട്ടുക എന്നുള്ളതാണ് ഡാറ്റ വെച്ചിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2021 ഏകദേശം 4.5 lakh സ്റ്റുഡൻസ് ആണ് ഓരോ വർഷവും നമുക്കൊരു ആവറേജിൽ എക്സാംസ് എഴുതാറുള്ളത്. 2021 സംബന്ധിച്ചിടത്തോളം ഏകദേശം 1.2 lakh സ്റ്റുഡൻസ് അല്ലേ, 1,21,000 സ്റ്റുഡൻസിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഫുൾ A+ കിട്ടിയിട്ടുണ്ട്. ആ വർഷത്തിന്റെ പ്രത്യേകത നമുക്ക് അറിയാം, കോവിഡ് ഇയർ ആയിരുന്നു അല്ലേ. ഇപ്പോൾ കോവിഡിന്റെ ശേഷം നടക്കുന്ന എക്സാം ആണ്. സോ പലതരം ഗവൺമെന്റ് പോളിസീസ് കടുപ്പമാക്കേണ്ട, എക്സാംസ് ടഫ് ആക്കേണ്ട എന്നുള്ള ഒരു പോളിസിയുടെ ഭാഗം കൂടെ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത്രയും ഒരു സ്പൈക്ക് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് 2022 വരുമ്പോൾ നിങ്ങൾക്ക് കാണാം അല്ലേ, ഒരു മാസീവ് ഡ്രോപ്പാണ്. 1,21,000 സ്റ്റുഡൻസ് നിന്നിട്ട് ഏകദേശം 44,000 സ്റ്റുഡൻസ് 45,000 സ്റ്റുഡൻസിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഫുൾ A+ന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സെയിം നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നെയാണ് ഓരോ വർഷവും. എത്രയാണ്, 4.5 lakhs ഓൺ ആവറേജ് ആണ് സ്റ്റുഡൻസ് ആണ് എഴുതുന്നത്. പിന്നീട് 2023 വരുന്നപ്പോൾ വീണ്ടും ഒരു സ്പൈക്ക് ഉണ്ടായി അല്ലേ, വീണ്ടും ഒരു ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. ഒരു 68,000 വന്ന്, പിന്നീട് ഒരു 71,000 വന്ന്. പിന്നീടാണ് ഗവൺമെന്റ് പോളിസീസിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നത്. 2025 പോകുമ്പോൾ വീണ്ടും ഒരു റിഡക്ഷൻ ആണ് കാണുന്നത്. അപ്പോൾ പല സ്റ്റുഡൻസ് സംബന്ധിച്ചിടത്തോളം അവർ വിചാരിക്കുന്നുണ്ടാവാം, ഓക്കെ ലാസ്റ്റ് ഇയറിൽ കിട്ടുന്ന ഏകദേശം അതേ നമ്പർ ഓഫ് സ്റ്റുഡൻസിന് തന്നെ ആയിരിക്കും അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക, ഈ വർഷം ഫുൾ A+ കിട്ടുക എന്നുള്ളതാണ്. അങ്ങനെ അല്ല എന്നുള്ളതാണ് ഡാറ്റ കാണിക്കുന്നത്. മാത്രമല്ല നിങ്ങൾ നോക്കുന്നത് 2024 2025 പോകുന്ന സമയത്ത് എന്താണ് ആക്ച്വലി റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത് അല്ലേ. ഏകദേശം 10,000-ഓളം സ്റ്റുഡൻസിന് കുറവാണ് അല്ലേ. ഏകദേശം സെയിം നമ്പർ ഓഫ് സ്റ്റുഡൻസ് പരീക്ഷ എഴുതിയിട്ടും 10,000-ഓളം സ്റ്റുഡൻസിന് എന്താണ് A+ കുറവാണ്. എന്താണ്, ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ ടഫ് ആക്കണം എന്നുള്ളതും അതുപോലെ തന്നെ ഇവാലുവേഷൻസ് ഒന്നും കൂടെ ടഫ് ആക്കണം എന്നുള്ള ഒരു ഗവൺമെന്റ് പോളിസീസിയുടെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ഒരു ഡിക്രീസ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് തന്നെയാണ് ഗവൺമെന്റ് പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ, സർവേസ് കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. അതായത് ബേസിക് ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, ആ ഒരു സ്കില്ല് പോലും കേരളത്തിലെ സ്റ്റുഡൻസ് ലാക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള പലതരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ തന്നെ പല കോമ്പറ്റീവ് എക്സാംസിലോട്ടൊക്കെ പോകുന്ന സമയത്തും കേരള സിലബസിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് സ്ട്രഗിൾ ചെയ്യുന്നത്, അതായത് ഒരുപാട് ഫുൾ A+ നല്ല റിസൾട്ട് കേരള സിലബസിൽ വാങ്ങിയിട്ടും അവരൊരു കോമ്പറ്റീവ് എക്സാം അല്ലെങ്കിൽ ഒരു നാഷണൽ ലെവൽ എക്സാംസിലോട്ടൊക്കെ പോകുന്ന സമയത്ത് അവർ പുറകോട്ട് പോകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു കാരണത്ത് ഇത്തരം റീസൺസിന്റെ ഒക്കെ ഒരു ബേസിസിലാണ് എക്സാംസ് ഒന്നും കൂടെ ടഫ് ആക്കണം, ഇവാലുവേഷൻസ് ഒക്കെ ഒന്നും കൂടെ ടഫ് ആക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയിട്ടുള്ളത്. സോ ഇനിയുള്ള ചോദ്യം, ഈ വർഷം എത്ര സ്റ്റുഡൻസ് നമുക്ക് ഫുൾ A+ ലഭിക്കും എന്നുള്ളതാണ് അല്ലേ. സോ നമുക്ക് അറിയാം സിലബസ് എക്സാം പാറ്റേൺസ് ഒക്കെ മാറിയിട്ടുണ്ട്, കഴിഞ്ഞ മുൻ വർഷത്തിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഒരു 50% മീഡിയം ക്വസ്റ്റ്യൻസ്, ഒരു 30% ക്വസ്റ്റ്യൻസ് മാത്രമേ ഈസിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. ബാക്കി 50% മീഡിയം ക്വസ്റ്റ്യൻസും ബാക്കി 20% ക്വസ്റ്റ്യൻസ് ടഫ് ആയിരിക്കും എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു 20% ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫുൾ A+ എന്ന് പറയുന്ന ആ ഒരു എയിമിലോട്ട് എത്താൻ പറ്റൂല അല്ലേ. സോ ഈ വർഷം മാത്രമല്ല, നെക്സ്റ്റ് ഇയർ മുതൽ ഒരു സിലബസിൽ ഒരു റിഡക്ഷൻ ഉണ്ടായിരിക്കും എന്നുള്ള ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. സോ ഈ വർഷം എന്തായാലും ഫുൾ സിലബസും ഉണ്ട്. സോ ആൾമോസ്റ്റ് കഴിഞ്ഞ വർഷത്തെ ഏകദേശം അതേ കൗണ്ട് തന്നെ ആയിരിക്കും ഫുൾ A+ ഉണ്ടായിരിക്കും. ഒരു സ്ലൈറ്റ് റിഡക്ഷൻ, മേ ബി ഒരു കഴിഞ്ഞ വർഷം ഒരു 61,000 ആയിരുന്നെങ്കിൽ ഒരു 55,000 to 60,000 ഒരു സ്ലൈറ്റ് റിഡക്ഷൻ ചിലപ്പം ഉണ്ടായേക്കാം. സോ ഇനിയുള്ള ഒരു മാസം എന്തായിരിക്കണം നമ്മളുടെ സ്ട്രാറ്റജി എന്നുള്ളതാണ് നോക്കേണ്ടത് അല്ലേ. ഇപ്പോൾ നമ്മൾക്ക് മോഡൽ എക്സാംസ് നടക്കുകയാണ്. ഇപ്പോൾ നെക്സ്റ്റ് ഒരു മാർച്ച് ഫസ്റ്റ് വീക്ക് മുതൽ നമുക്ക് എന്താണ് ഫൈനൽ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യും. സോ എന്തായിരിക്കും നമ്മളുടെ സ്ട്രാറ്റജി? നിങ്ങൾ ആൾറെഡി മോഡൽ എക്സാംസിന് വേണ്ടിയിട്ട് ആൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ടാവും, ഒരു ബേസിക് ലെവലിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവും. സോ ഇനിയുള്ള സമയങ്ങൾ നിങ്ങൾ ആ കോൺസെപ്റ്റ് ഒന്നും കൂടെ ബിൽഡ് ചെയ്യാനാണ് നോക്കേണ്ടത്. പ്രത്യേകിച്ച് സയൻസ് സബ്ജക്റ്റിലോട്ട് വരുമ്പോൾ മാത്സ് പോലുള്ള സബ്ജക്ട്സ് ഒരുപാട് പ്രാക്ടീസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. സോ എങ്ങനെയായിരിക്കണം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത്? പല ആളുകളും ചെയ്തു വരുന്ന ഒരു കാര്യം എന്താ, ഒരു ക്വസ്റ്റ്യൻ കിട്ടും അല്ലേ, ആ ക്വസ്റ്റ്യൻ കിട്ടും, അവരൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കും, അപ്പോൾ തന്നെ അതിന്റെ സൊല്യൂഷൻ നോക്കും. ഓക്കെ, സൊല്യൂഷൻ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും, ഓക്കെ മനസ്സിലായി എന്ന് തോന്നും. പക്ഷെ ഒരു പുതിയ പ്രോബ്ലം കിട്ടുമ്പോൾ എന്ത് ചെയ്യും, അത്തരം സ്റ്റുഡൻസ് സ്ട്രഗിൾ ചെയ്യുമെന്നുള്ള. സോ ഒരു പുതിയൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഏതൊരു പ്രോബ്ലം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഇനീഷ്യലി കുറച്ച് സമയം എന്ത് ചെയ്യണം, നിങ്ങൾ അത് അനലൈസ് ചെയ്യാൻ വേണ്ടി നോക്കണം. നേരിട്ട് സൊല്യൂഷൻസിലോട്ട് പോകുന്ന ആ ഒരു സ്ട്രാറ്റജി എന്ത് ചെയ്യരുത്. നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രത്യേകിച്ച് ടഫ് ആവുന്ന സിലബസുകൾ പ്രത്യേകിച്ച് ടഫ് ആവുന്ന ഒരു കേസ് വരുമ്പോൾ നമ്മൾ ആ ഒരു സ്ട്രാറ്റജി തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗിക്കരുത്. കാരണം നമ്മളുടെ ഒരു പ്രോബ്ലം എങ്ങനെയാണ്, ഒരു പുതിയ പ്രോബ്ലം കിട്ടുമ്പോൾ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്, നമ്മളൊരു തിങ്കിങ് പ്രോസസ്സ് എന്താണ്, ഒരു തോട്ട് പ്രോസസ്സ്, അത്തരം സാധനങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് സമയം നമ്മൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. എന്നിട്ടും ആ സൊല്യൂഷൻ കിട്ടുന്നില്ല, എന്നിട്ടും ഒരു പ്രോഗ്രസ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സൊല്യൂഷൻസിലോട്ട് ജമ്പ് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ ഈ 20% ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ക്രാക്ക് ഇപ്പം മറ്റുള്ള സബ്ജക്ട്സ് നോക്കാം. അപ്പോൾ ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, എല്ലാ സബ്ജക്ട്സും എന്താണ് ഒരു അപ്ലിക്കേഷൻ ലെവലായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നത്, ഈ 20% എക്സ്പെക്ട് ചെയ്യാവുന്നത്. സോ ആ ഒരു ലെവൽ ഓഫ് തിങ്കിങ് നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം.
അതായത് കോൺസെപ്റ്റ്സ് ജസ്റ്റ് മഗപ്പ് ചെയ്യുന്നതിന് പകരമായിട്ട് എന്തുകൊണ്ടാണ് ഓരോ പ്രോസസ്സുകൾ, മേ ബി ലൈക്ക് ഓരോ ഫിനോമിനാസ് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നടക്കുന്നത് എന്നുള്ള ആ ഒരു തിങ്കിങ് പ്രോസസ്സ് ഡെവലപ്പ് ചെയ്തിട്ട് വേണം, കൺസെപ്റ്റുകൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പഠിക്കാൻ. അതുപോലെ ലാസ്റ്റ് നിമിഷം നമുക്ക് ലൈവുകൾ കണ്ടുകൊണ്ട്, എക്സാമിന് തലേദിവസം ലൈവുകൾ കൊണ്ടുകൊണ്ട് നമുക്ക് നല്ല മാർക്ക് വാങ്ങാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പാറ്റേണിലാണ് എക്സാംസ് നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് പോസിബിൾ ആവില്ല. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ബെസ്റ്റ് വിഷസ്.